നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റൂ. അപ്പോൾ ഈ കാര്യം പറഞ്ഞതിന് മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു തുടങ്ങി. ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. ഇറ്റ്സ് മീ യുവർ നാഫി. ഇത്തരത്തിലുള്ള സ്റ്റഡി ടിപ്സിനും സ്റ്റഡി അപ്ഡേറ്റ്സിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എൻ്റെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തോ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഫോണാണ്. ഈ ഫോൺ 100% ഒഴിവാക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലേ. നമുക്ക് ഫോൺ പല കാര്യങ്ങൾക്കും ഉപയോഗമുണ്ട്, പല കാര്യങ്ങൾക്കും ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഫോൺ ഉപയോഗിക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതൊന്ന് കുറയ്ക്കുക. അതായത് പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കാൻ തയ്യാറാവുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് പഠനാവശ്യങ്ങൾക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്കൊന്നും നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത്. രണ്ടാമത്, ഐ ക്യാൻ ഡു ദിസ് എനിമോർ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്ത നിങ്ങൾ ഒഴിവാക്കണം. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ പഠിച്ചാൽ മാർക്ക് കിട്ടില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടില്ല, എനിക്ക് ഫുൾ മാർക്ക് കിട്ടില്ല എന്ന നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നേടിയെടുക്കും, ഞാൻ ഫുൾ എ പ്ലസ് നേടും, ഞാൻ മികച്ച മാർക്ക് നേടും എന്നൊരു ചിന്ത നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നേടിയെടുക്കും, ഞാൻ അടിപൊളിയാണ്, ഞാൻ പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങും, ഞാൻ പഠിച്ച് ഫുൾ മാർക്ക് നേടുമെന്നുള്ള ഒരു തോട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാനാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്ത നിങ്ങൾ ഒഴിവാക്കുക. എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ എന്നൊരു ചിന്ത നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മടിയാണ്. മടി നിങ്ങളുടെ ജീവിതത്തിൽ പല ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ ആഗ്രഹമുണ്ട്, ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മടി ഒഴിവാക്കുക എന്നുള്ളത്. നിങ്ങൾ മടി പിടിച്ചിരുന്നാൽ, നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു വിജയം നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മടി ഒഴിവാക്കിയേ പറ്റൂ. മടിയോട് കടക്ക് പുറത്തുനിന്ന് പറയാം. നിങ്ങൾ മടി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി, നിങ്ങൾ മടി പിടിച്ചിരുന്ന് പഠിക്കാതിരുന്നാൽ അതിന് നഷ്ടം ഫേസ് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ പാരൻസ് ഉണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന പാരൻസ് ഉണ്ട്. ആ പാരൻസിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ ഈ മടി കാരണം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മടിയോട് നോ പറയുക. നിങ്ങൾ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റോട് കൂടി, താല്പര്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ നേടുമെന്ന ഒരു ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. മടിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അടുത്തത് അൺനെസസറി സ്ലീപ്പാണ്. നിങ്ങൾ പലപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ വീട്ടിലൊക്കെ നിങ്ങൾ ഉറങ്ങി പോകാറുണ്ട്. അപ്പോൾ ഈ പഠന സമയത്ത് ഉറക്കം വരാനുള്ള കാരണം എന്താ, നിങ്ങളുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ടൈം സ്കെഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറക്കത്തിനായിട്ട് കൊണ്ടുവരണം. ഏറ്റവും ബെറ്റർ രാത്രി 10 മുതൽ രാവിലെ 6 വരെ 10 to 6 എന്ന ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. 10 to 6, 10 മുതൽ 6 വരെ എന്നുള്ളൊരു സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പഠനത്തിനായിട്ട് മാറ്റി വെക്കുന്നു. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ 10 to 6 അഥവാ 10 to 6 എന്ന സമയം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, 10 to 6 എന്ന സമയം നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, പഠിക്കാനല്ല ഉറങ്ങാനായിട്ട് മാറ്റി വെക്കുക. ശ്രദ്ധിക്കുക, പഠിക്കേണ്ട സമയത്ത് ഉറങ്ങാനാണ് മാറിപ്പോയതാണ്. 10 to 6 അതായത് 10 to 6 എന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു സമയത്ത് 10 മുതൽ 6 വരെ നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ, അടിപൊളിയായിട്ട് ഉറങ്ങുകയാണെങ്കിൽ, ജില്ലായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഉറക്കം വരില്ല. അടുത്ത നിങ്ങൾ ഒഴിവാക്കേണ്ടത് മൂവീസ് ആൻഡ് വെബ് സീരീസ് ആണ്. അതായത് ഇത് നമ്മൾ സിനിമ കാണണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ എക്സാം സീസൺ ഉണ്ടാവും. അപ്പോൾ ഓണം എക്സാം ഉണ്ടാവും, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം ഉണ്ടാവും. എക്സാമിന് 2 ആഴ്ച മുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിനിമ, വെബ് സീരീസ്, അനിമ ഇതൊക്കെ കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർത്തണം. എക്സാമിന് 2 ആഴ്ച മുന്നേ നിങ്ങളുടെ പബ്ലിക് എക്സാമുകൾ അല്ലെങ്കിൽ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം പോലെയുള്ള എക്സാമുകൾ വരുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഒരു ശീലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതായത് നമ്മുടെ വെബ് സീരീസ് കാണുന്നത്, TV സിനിമ കാണുന്നത്, അനിമ കാണുന്നത്, ഷോർട്ട് ഫിലിം കാണുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി വെക്കണം. എക്സാമിന് 2 ആഴ്ച മുന്നേ നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ എങ്ങോട്ടേക്കാവണം, പഠനത്തിലേക്കാണോ. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നേറാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് കിട്ടും, ഏറ്റവും അടിപൊളി മാർക്ക് കിട്ടും, ഏറ്റവും ജിൽ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട്, ഇത്തരം സ്റ്റഡി ടിപ്സിനായിട്ട് നിങ്ങൾ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഇത്തരം സ്റ്റഡി ടിപ്പും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കണ്ടന്റും നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ SSLCയിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.